എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഉപ്പുമാങ്ങയാണ്. നമ്മുടെ ഭരണിക്കകത്തുനിന്ന് എടുത്താണ്. ഈ ഭരണിക്കകത്തുനിന്ന് എടുത്ത ഉപ്പുമാങ്ങയാണ്. അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പുമാങ്ങയും ചക്കക്കുരുവും മുരിങ്ങക്കായും കൂടി ചേർത്ത് ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പുമാങ്ങ അലിഞ്ഞ ഉപ്പുമാങ്ങയാണ്. അപ്പം അത് കീറിയിട്ട് ആണ് ഉപ്പിലിട്ടത്. അതും കാന്താരിയെല്ലാം ഉണ്ട്. അത് ചക്കക്കുരു ഉണ്ട്. ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ മുരിങ്ങക്കായും ചേർത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സിലേക്ക് നമുക്ക് പോകാം. ചക്കക്കുരു ഞാനൊരു കുക്കറിനകത്തിട്ട് വേവിക്കുകയാണ് കേട്ടോ. വേവിക്കാൻ പോവാണ്. ഒരു 3-4 വിസിലടുപ്പിച്ച് ചക്കക്കുരു വേവിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചട്ടിക്കകത്തിട്ട് മാറ്റി തുടങ്ങാം. നമ്മൾ ഈ ഒരു മുരിങ്ങക്ക ഉണ്ട്. എൻ്റെ മുരിങ്ങയെന്ന് പറിച്ച് ആദ്യമായിട്ട് കന്നി കഴിച്ച മുരിങ്ങക്കായാണ്. ഈ മുരിങ്ങക്ക അല്പം ഉപ്പും മഞ്ഞളും ചേർത്ത് നമ്മളത് ചെറുതായിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുക്കറിനകത്ത് ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. ചക്കക്കുരു ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ ഒരു 3 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. 3 എരിവുള്ള പച്ചമുളക്, പിന്നെ അല്പം ജീരകം, വെളുത്തുള്ളി, അല്പം മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. മുരിങ്ങക്കായ എല്ലാം ഒന്ന് ചെറുതായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ചക്കക്കുരു എല്ലാം കുക്കറിനകത്ത് വേവിച്ച് ഉടഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചക്കക്കുരു ഉടഞ്ഞതാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട് ചക്കക്കുരു. അതിനകത്തോട്ട് ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഉപ്പുമാങ്ങയാണ്. ഉപ്പുമാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പുമാങ്ങ ഇട്ട് കൊടുത്തു. നമ്മുടെ ഉപ്പുമാങ്ങയും ചക്കക്കുരുവും മുരിങ്ങക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് അരപ്പാണ്. നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. അരപ്പ് എടുത്തുകൊണ്ട് വരട്ടെ. അരപ്പ് ഇട്ട് കൊടുക്കുക. അരപ്പൊഴിച്ച് കൊടുക്കുകയാണ്. അല്പം വെള്ളം കൂടെ ചേർക്കാമേ. ഈ മിക്സി കഴുകിയ വെള്ളം ഒഴിക്കാം. മിക്സി കഴുകിയ വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് തീ കത്തിച്ചു കൊടുക്കാമേ. തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കാം. ഉപ്പ് മാങ്ങ ഉള്ളത് ആയതുകൊണ്ട് ഉപ്പ് കുറച്ചേ ഉപയോഗിക്കാവൂ. ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഉപ്പുമാങ്ങയുടെ ഉപ്പ് ധാരാളമുണ്ട്. ആവശ്യത്തിനുള്ള, ഒത്തിരിയില്ല, ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. നമ്മൾ ഉപ്പൊട്ടും ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഉപ്പുമാങ്ങയ്ക്കകത്ത് ഉപ്പ് തന്നെയാണ്. ഇതൊന്ന് വെന്ത് വരട്ടെ, തിളച്ച് വരട്ടെ. നമ്മുടെ കറി മാങ്ങായും ചക്കക്കുരുവും മുരിങ്ങക്കായും കൊണ്ടുള്ള കറിയാണ്. അരപ്പെല്ലാം ഇട്ട് കറിയെല്ലാം ഒന്ന് ചുരുങ്ങി പറ്റിയിട്ടുണ്ട്. ഒരു കടു വറക്കാം അതിന്. അതിനായിട്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അല്പം കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിടേണ്ടത് നമുക്ക് മുളക്, ഉള്ളിയെല്ലാം ഇട്ട് കൊടുക്കാം. കരിയാപ്പിലക്കകത്ത് എണ്ണമയം ഉണ്ടെങ്കിൽ നമുക്ക് തീ വരും. അപ്പോൾ തീ വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും പാത്രം വെച്ച് അടച്ചു കൊടുത്താൽ മതി. ഞാനിതൊന്ന് മൂത്തിട്ടെടുക്കട്ടെ കേട്ടോ. മൂത്ത് വരട്ടെ. തീ കുറച്ച് വെച്ച് കൊടുക്കാം.
എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കിത് ഈ കറിക്കകത്തോട്ട് ഒഴിക്കാം. നമ്മുടെ ചക്കക്കുരു മാങ്ങ കറിക്കകത്തോട്ട് ഒഴിച്ചു. നമ്മുടെ സൂപ്പർ കറി റെഡിയായിട്ടുണ്ട്. ചക്കക്കുരു മുരിങ്ങക്കായ ഉപ്പുമാങ്ങ കറി റെഡിയായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. ചക്ക തിന്നാനും ഇത് നല്ലതാണ് കേട്ടോ. ചക്ക വേവിച്ചൊരു ചക്ക തിന്നാനും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, കമൻറ്റ്, സബ്ബൊക്കെ തരാൻ മറക്കരുത്. നിങ്ങളെല്ലാവരും സബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ ബൈ.